ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മളിന്ന് കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിലൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പൂക്കളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. കുറച്ച് പൂക്കളുടെ പേരൊന്നും എനിക്ക് അത്ര അറിയില്ല, എന്നാലും ബാക്കി എനിക്ക് അറിയുന്ന പൂക്കളുടെ പേരൊക്കെ ഞാൻ പറയാം. മാർക്കറ്റ് പറയുമ്പോൾ ഇവിടെ അപ്പുറത്തും ഇപ്പുറത്തും എവിടെ നോക്കിയാലും പൂക്കൾ തന്നെ. പിന്നെ പലതരം ഐറ്റംസും നാരങ്ങയും അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. കിട്ടുന്ന മാങ്ങയൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പുല്ലും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പലതരം ചെമന്തി, അതൊക്കെ റോസ് പൂ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇവിടെയും കുറേ മുല്ലപ്പൂ, മല്ലികപ്പൂ പറഞ്ഞ കുറേ ഉണ്ട്. ഇവിടെ പലതരം റോസ് പൂ ആണ്. റെഡ്, മഞ്ഞ, റെഡ്, ഓറഞ്ച്, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇത് താമരപ്പൂവിൻ്റെ മുട്ടാണ്. പിന്നെ ഇവിടെ കെട്ടിയ മുല്ലപ്പൂവും കിട്ടും. ഇവിടെയും ഇപ്പുറത്തൊക്കെ റോസാപ്പൂ തന്നെ. ഇവിടെ നമുക്ക് ഇപ്പോൾ നമ്മൾ തന്നെ കെട്ടുകയാണെങ്കിൽ നൂലൊക്കെ ഇവിടെ കിട്ടും. ഇതൊക്കെ എന്ത് പൂവാന്ന് പോലെ എനിക്കറിയില്ല. ജമന്തി, മല്ലികപ്പൂവൊക്കെ ഉണ്ട്. മുല്ലപ്പൂ, മല്ലികപ്പൂ, ജമന്തി അങ്ങനെയൊക്കെ ഐറ്റംസ് ഉണ്ട്. റോസാപ്പൂ, മഞ്ഞ റോസാപ്പൂ, കെട്ടിയ പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാതും കെട്ടിയ പൂക്കളാണ്. കെട്ടാത്ത വേണമെങ്കിൽ നമുക്ക് കെട്ടാത്ത വേണമെങ്കിൽ കെട്ടിയ പൂക്കൾ. അതുപോലെ തന്നെ നിറയെ കുറേ കെട്ടിവെച്ച പൂക്കളാണ്. അതുപോലെ തന്നെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാവിടെയും നോക്കിയ പൂക്കൾ തന്നെ. കെട്ടിവെച്ചൊക്കെ കാണാൻ എന്ത് രസമാണ്. അതൊക്കെ ഇവിടുന്ന് ഞങ്ങൾ മല്ലികപ്പൂക്കളൊക്കെ വാങ്ങുന്നായിരുന്നു. ഈ പൂവ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട്. പൂവ് മാത്രം വാങ്ങിയുള്ളൂ. റോസാപ്പൂ തന്നെ എന്ത് ചന്തമാണ്. അപ്പോൾ ഇവിടെ പൂക്കളൊക്കെ നല്ല ഭംഗിയുണ്ട്. കൊട്ടയിലൊക്കെ ആക്കുമ്പോൾ നേരിട്ട് കാണുന്നത് എന്ത് ഭംഗിയാണ്. ഓറഞ്ച്, മഞ്ഞ, റെഡ് പറഞ്ഞ പോലെ പലതരം കളറായിട്ട് അടിപൊളിയായിട്ട്. ഇവിടെ ജമന്തി, റോസാപ്പൂ, ഇതൊക്കെ 4 കളറാക്കിയിട്ടും വേണമെങ്കിൽ നമുക്ക് തരും. അങ്ങനെ എങ്ങനെയാണെങ്കിലും നമുക്ക് റേറ്റൊക്കെ കൂടുതലാണ്. കാരണം പൂവൊക്കെ ഇപ്പോൾ കിട്ടാൻ നല്ല ഇതാണ്. ഇപ്പോൾ സീസണല്ലല്ലോ, നിറയെ പൂക്കളൊക്കെ കിട്ടാൻ കുറേ പാടുണ്ട്. അപ്പോൾ അവരെപ്പോഴൊക്കെ നല്ല വില കൂടുതൽ പറയുന്നുണ്ട്. മുളം തന്നെ മുല്ലപ്പൂ 150 രൂപയാണ്. ഞങ്ങൾ ഇതിന് റോസാപ്പൂ മഞ്ഞയും കൂടി രണ്ടും കൂടി കലർന്ന പൂക്കൾ വന്നിട്ടുണ്ട്.